സേവിങ്സ് ഉണ്ടോ? എന്നോട് പറയണ്ട. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സേവിങ്സ് ഉണ്ടോ എന്നല്ലേ. എസ്പെഷ്യലി നമുക്ക് ജോലി തുടങ്ങി കഴിയുമ്പോൾ ആണ് ആൾക്കാർക്ക് കൂടുതൽ ഈ ചോദ്യം, നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടോ, അതോ നിങ്ങൾ എല്ലാ പൈസയും ചിലവഴിക്കുകയാണോ? നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് ജോലി കിട്ടുന്ന ടൈമിന് മുമ്പ്, അതായത് നമ്മുടെ പഠിക്കുന്ന സമയത്ത് അവരെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സേവിങ്സ്, അല്ലെങ്കിൽ ചിലവുകൾ എങ്ങനെ അത് ബാലൻസ് ചെയ്യണം, ലോൺ എടുക്കണം, കാറ് വാങ്ങണം, വീട് വാങ്ങണം അല്ലേ. നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞോ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ അമ്മയും അച്ഛനും സേവ് ചെയ്ത് നിങ്ങൾ ഇവിടം വരെ എത്തിച്ചു എന്നുള്ള സാധനങ്ങളൊക്കെ അല്ലേ. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തിന് സേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: നിങ്ങൾക്ക് എന്തിന് സേവ് ചെയ്യണം എന്നുള്ള ഐഡിയയോടുകൂടി നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി കുറച്ചും കൂടി പക്കയാവും അല്ലേ. നമ്മൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്ട്രാറ്റജി ശരിയായിരിക്കില്ല. അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അമ്മയും അച്ഛനും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പൈസ സേവ് ചെയ്യുന്നു മാസം എന്നുള്ളൊരു വേഗമായിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ വേഗമായിട്ടുള്ളൊരു കാരണത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് മാറി നമുക്കൊരു കറക്റ്റ് റീസൺ സേവ് ചെയ്യാനുള്ള പക്ക റീസൺസ് മനസ്സിലാക്കി ആ ഒരു സ്ട്രാറ്റജിയോടുകൂടി നമുക്ക് സേവ് ചെയ്യാം. എൻ്റെ പേര് നന്ദകുമാർ. ഈ ചാനലിൻ്റെ മേജർ ഉദ്ദേശം പേഴ്സണൽ ഫൈനാൻസ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ജേർണി എളുപ്പമാക്കുക എന്നുള്ളതാണ്. സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ പല പല സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചാണ് മാത്രം. അപ്പോൾ എന്തിന് സേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം. പക്ഷേ അതിനു മുമ്പ് എന്താണ് സേവിങ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സേവിങ്സ് എന്ന് പറയുന്നത് കീപ്പിംഗ് യുവർ മണി ഇൻ ബാങ്ക്സ് ഓർ സിമിലർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്ന് വെച്ചാൽ ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ പൈസ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് എന്നുള്ളൊരു സംഭവം നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് മേജർലി എന്താ? ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പൈസ സൂക്ഷിച്ച് വയ്ക്കുക, നോട്ട് കെട്ടായിട്ട് അടുക്കി അല്ലേ, അല്ലെങ്കിൽ ബാങ്കിൽ സൂക്ഷിക്കുക, സേവിങ്സ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ FD ഇടുക. നമുക്കറിയാലോ FD എന്താണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സേവിങ്സ് ആണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത്, പരിചയമുള്ളത്. പക്ഷേ അതിനപ്പുറമാണ് സേവിങ്സ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തിരിച്ച് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. വൈ സേവിങ്സ്? എന്തിന് നമ്മൾ സേവ് ചെയ്യണം? സേവ് ചെയ്യാനുള്ള 3 സ്ട്രോങ് കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് എമർജൻസിക്ക് വേണ്ടി സേവ് ചെയ്യുക എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട്. ഏതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറും ആദ്യം സംസാരിക്കുന്ന കോൺസെപ്റ്റാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള പൈസ നമുക്ക് ലിക്വിഡ് ഫോർമാറ്റിൽ ഉണ്ടാവണം. ലിക്വിഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിതൊരു സ്ഥലമായിട്ടാണ് നമ്മുടെ പൈസ നമ്മൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചോ, ആ സ്ഥലം വിറ്റ് ആ പൈസ നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് എത്ര ദിവസം പിടിക്കും, എത്ര മാസം പിടിക്കും നമുക്കറിയാം അല്ലേ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതൊരു ലിക്വിഡ് അസറ്റ് അല്ല എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ആ അസറ്റ് നമുക്ക് പെട്ടെന്ന് പൈസയാക്കി മാറ്റാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? അതേസമയം നിങ്ങളുടെ വീട്ടിൽ പൈസ നിങ്ങൾ അലമാരിയിൽ സൂക്ഷിച്ചേക്കുകയെന്ന് വെച്ചോ, അലമാരിയിലോ എവിടെയെങ്കിലും അല്ലേ, അത് നമുക്ക് ലിക്വിഡ് അസറ്റാണ്. കാരണം എന്താ, നമുക്ക് ആ പൈസ പെട്ടെന്ന് എടുത്ത് നമ്മുടെ എമർജൻസി അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അത്യാവശ്യത്തിന് വേണ്ടി ആ പൈസ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലിക്വിഡ് ഫണ്ട്. പെട്ടെന്ന് നമുക്ക് അറിയാം 2023 എന്ന് പറഞ്ഞ് ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ ചാഞ്ചാട്ടം കാണുന്നൊരു വർഷമാണ് അല്ലേ. റിസഷനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അദാനിയുടെ ഇഷ്യൂ ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായി. കുറേ കമ്പനികൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ കുറേ പേരെ പിരിച്ചുവിട്ടു, ലേ ഓഫ് ഉണ്ട്. സോ പെട്ടെന്ന് നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കുറച്ച് മാസം അടുത്ത ജോലി കണ്ടുപിടിക്കുന്നവരെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ, അതാണ് മേജർലി എമർജൻസി ഫണ്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെയുള്ള അത്യാവശ്യങ്ങൾ നമുക്ക് വരും. മെഡിക്കൽ എമർജൻസി എമർജൻസി ആണോ? എമർജൻസി ആണ്, പക്ഷേ ആവാൻ പാടില്ല എന്ന് ഞാൻ പറയും. അതിനുവേണ്ടി നമ്മൾ ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുക്കണം. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ ഒരു കാലത്തുണ്ട്. പക്ഷേ അതല്ലാതെയുള്ള എമർജൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും സഹായിക്കണം, നമ്മുടെ കുടുംബത്തിലെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒരു ഹെൽപ്പ് ആയിട്ടുള്ള പെട്ടെന്ന് കുറച്ച് പൈസ കൊടുക്കാനായിട്ട് എക്സെട്ര ഒരുപാട് പേർക്ക് ഓരോരുത്തർക്കും ഓരോ എമർജൻസിയാണ്. ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള പൈസ നമ്മുടെ ഒരു ലിക്വിഡ് ഫോർമാറ്റിൽ മാറ്റി വയ്ക്കുക. അതിന് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. അത് ഒരു എക്സാമ്പിൾ മാത്രം. അതുപോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം. വീട്ടിൽ അല്ലെങ്കിൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ പൈസ സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ബിക്കോസ് എന്താണ്,
ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ വില ഇടിയുന്നതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇന്ന് 100 രൂപയുള്ള ഒരു സാധനം അടുത്ത വർഷം 100 രൂപ കൊടുത്താൽ കിട്ടുമോ? അതാണ് ഇൻഫ്ലേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. 5% ഇന്ത്യയുടെ നോർമൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 100 രൂപയുള്ള ഒരു സാധനം അടുത്ത വർഷം 105 രൂപയാകുന്നു. ഇത് തന്നെ സിമ്പിൾ. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഫ്ലേഷനെ അതിജീവിച്ച് നമ്മുടെ അസറ്റ് മുന്നേറണം, അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് കിട്ടണം. എന്നാലേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ശരിയാവുന്നുള്ളൂ. വീട്ടിൽ 100 രൂപ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അത് എത്ര രൂപ തന്നെയായിട്ടിരിക്കും? 100 രൂപ തന്നെയായിട്ടിരിക്കും. ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീട്ടിൽ പൈസ വയ്ക്കുന്നതും ഈവൻ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിലും ഒരുപാട് പൈസ ഇടുന്നതും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമുക്ക് സേവിങ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിൻ്റെ അടുത്ത കാരണത്തിലേക്ക് പോകാം. അടുത്ത കാരണം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കില്ല. റിട്ടയർമെൻറ്റ് ആണ് അടുത്ത കാരണം. ഈ വീഡിയോസ് കാണുന്ന ചെറുപ്പക്കാർക്ക് എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലേ? ഈ കുറേ കാലം കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ അതിന് വേണ്ടി വേണ്ടത്ര കരുതൽ എടുക്കില്ല. റിട്ടയർമെൻറ്റ് 30 വർഷം കഴിഞ്ഞോ, 25 വർഷം കഴിഞ്ഞോ, 20 വർഷം കഴിഞ്ഞോ, ഈവൻ 10 വർഷം കഴിഞ്ഞോ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആവശ്യത്തിന് ചിന്തിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞും നമ്മൾ ചിലപ്പോൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കും. ഇപ്പോഴത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് അറിയാലോ, ഒരുപാട് വർഷം നിങ്ങൾ ജീവിക്കാൻ ചാൻസ് ഉണ്ട്. സോ റിട്ടയർമെൻറ്റ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്യുക. റിട്ടയർമെൻറ്റിന് വേണ്ടി സേവിങ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഒരുപാട് സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ്. ഗവൺമെൻറ്റിൻ്റെ വക നമ്മുടെ കമ്പനിയായിട്ട് നമുക്ക് PF അക്കൗണ്ട് തരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് NPS പോലത്തെ സ്കീംസ് നമുക്കുണ്ട്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു സ്കീം നമുക്ക് ചൂസ് ചെയ്യാം. റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേവ് ചെയ്യാനുള്ള മൂന്നാമത്തെ കാരണം സ്വപ്നങ്ങൾ. എല്ലാവർക്കും ഉള്ള 2 സ്വപ്നങ്ങൾ, വീട്, വാഹനം ആണല്ലോ. വീട്, വാഹനം എന്നുള്ള സ്വപ്നത്തിന് നമ്മൾ എന്താണ് മേജർലി ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്? ലോൺ എടുക്കും അല്ലേ? പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീട്, വാഹനം എന്നുള്ള വലിയ തോതിൽ പൈസ ആവശ്യമുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ സേവ് ചെയ്യുക. കുറച്ച് പൈസ മാസം മാസം മ്യൂച്വൽ ഫണ്ടിൽ അതിന് വേണ്ടി ഇടുക. നമുക്ക് ഈ മാസം മാസം ഇടുന്ന പൈസയും അതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റോ ക്യാപിറ്റൽ ഗെയിനോ എന്തോ ആവാം. ഈ എമൗണ്ട് വെച്ച് നമുക്ക് 3 വർഷമോ 5 വർഷമോ 10 വർഷമോ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് എന്നാണ് കാറോ വീടോ വാങ്ങേണ്ടതെന്നുള്ള ടൈമും അനുസരിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് ഈ പൈസ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ 10 വർഷം കഴിഞ്ഞൊരു ലോൺ എടുക്കുന്നതിനേക്കാളും ഭേദം ഇതാണെന്നേ ഞാൻ പറയൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടായിരിക്കും. വിവാഹം ഒരു കാരണമാകാം, ഒരു വേൾഡ് ടൂർ അല്ലെങ്കിൽ വേണ്ട ഒരു ഇന്ത്യ ടൂർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയെങ്കിലും കറങ്ങാനുള്ളൊരു പ്ലാൻ നിങ്ങളെയൊക്കെ സേവ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള മോട്ടിവേഷൻസ് താഴത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് ഇൻട്രസ്റ്റിംഗ് റിപ്ലൈസ് ആയിട്ട് ഞാൻ വരും. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കുറച്ച് മോട്ടിവേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സേവ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തവർ സേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യൂ. സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ കുറച്ച് റീസൺസും ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസും മനസ്സിൽ വെച്ച് നിങ്ങളുടെ സേവിങ് സ്ട്രാറ്റജി കുറച്ചും കൂടി ശക്തമാക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫൈനാൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കത് ഗുണകരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. See you in another video from House of Finance.